പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ മുന്നിൽ കാണുന്ന ഈ ചാർട്ടിലുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലായി 1952 മുതൽ ഏകദേശം 400-ലധികം ആളുകളുടെ ജീവനാണ് വിവിധ വെടിക്കെട്ട് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത്. 52 അപകടങ്ങളുണ്ടായി മൊത്തം കഴിഞ്ഞ 50-60 വർഷത്തിനുള്ളിൽ. അപകടങ്ങളിൽ എത്രയെത്ര മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്? ആര് സമാധാനം പറയും? ഇവരെ നിയമത്തിന് മുന്നിൽ ആരും കൊണ്ടുവരികയില്ല. പ്രതി ചേർക്കും, കുറച്ച് നാളൊക്കെ കേസ് നടത്തും, അതിനുശേഷം ആ കേസ് എങ്ങോട്ടും എത്തില്ല എന്നുള്ളതാണ്. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു എന്നത് ഒഴിച്ചു നിർത്തിയാൽ നോക്കൂ, 1952 ശബരിമലയിൽ ഒരു വെടിക്കെട്ട് അപകടമുണ്ടായി. അന്ന് 68 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 1987 ഇതേ തൃശ്ശൂരിൽ തന്നെ കുട്ടമ്മൂലി ക്ഷേത്രത്തിൽ 20 മരണം സംഭവിച്ചു. 1978 ഇതേ തൃശ്ശൂരിൽ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വെടിക്കെട്ട് അപകടം നടക്കുന്നുണ്ട്. അന്നും 7ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. തൃശ്ശൂർ അത്താണിയിൽ തൃശ്ശൂർ പാടുകാട് 2006 അന്നാണ് 7 മരണം സംഭവിക്കുന്ന രണ്ടാമത്തെ സംഭവം ഉണ്ടാവുന്നത്. 1990 കൊല്ലത്ത് പോരുവഴിയിൽ മലനടയിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 33 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പുറ്റിങ്ങലിൽ 114 പേർക്ക്. 2007 കോഴിക്കോട് മിഠായി തെരുവിൽ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2011 ഷൊർണൂരിൽ ത്രാങ്ങാലിയിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2013 പാലക്കാട് പന്നിയം കുരിശിയിൽ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 2 വർഷം മുമ്പ് 2024 കാസർഗോഡ് നീലേശ്വരത്തുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തം കഴിഞ്ഞ 50 വർഷങ്ങളിൽ തന്നെ 200-ലധികം ആളുകൾക്ക്, 100 വർഷത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ 52ഓളം അപകടങ്ങളിലായി ഏകദേശം 474ഓളം മനുഷ്യർക്കാണ് വെടിക്കെട്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അംഗവൈകല്യം സംഭവിച്ച നമ്മൾ നേരത്തെ കണ്ട പുറ്റിങ്ങലിൽ ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്ടറുടെ അടക്കമുള്ള എത്രയോ പേർ ജീവിക്കുന്ന രക്തസാക്ഷികളായി നമുക്കൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കൂ, ഈ 1952 ശബരിമലയിലുണ്ടായ വെടിക്കെട്ട് ദുരന്തം കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തങ്ങളിലൊന്നാണ്. മകരവിളക്ക് ദർശനത്തിന് ശേഷം മലയിറങ്ങി വന്ന ഭക്തർ ഈ പമ്പയുടെ നദിയുടെ കരയിൽ വിശ്രമിക്കുമ്പോഴാണ് അന്ന് 1952 അപകടമുണ്ടാവുന്നത്. അന്ന് അവർ വഴിപാടായിട്ട് പടക്കം പൊട്ടിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ആ രീതിയിൽ വലിയ കരിമരുന്ന് പ്രയോഗമൊന്നും ശബരിമലയിലില്ല. പക്ഷേ അന്ന് വഴിപാടായിട്ട് പടക്കമെറിഞ്ഞു. 87 ഏപ്രിൽ 17 തൃശ്ശൂരിലെ വേലൂരിൽ കുട്ടമൂലി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടത്തിയ അപകടത്തിൽ ആഘോഷത്തിനിടയിൽ അപകടത്തിൽ 20 മരണമാണ്. മകമുത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഈ വെടിക്കെട്ട്. അത് നടക്കുമ്പോഴാണ് അന്ന് അപകടം സംഭവിച്ചത്. 1990 മാർച്ച് 23 കൊല്ലത്ത് പോരുവഴിയിൽ മലനട ക്ഷേത്രത്തിൽ പെരുവിരുത്തി ക്ഷേത്രത്തിലെ വെടിക്കെട്ട് പുരയിലുണ്ടായ അപകടമുണ്ടാവുന്നത്. അന്ന് 33 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. 2006 ഏപ്രിൽ 29 ഇന്നലെ ഉണ്ടായതിന് സമാനമായ അപകടമാണ് തൃശ്ശൂർ പൂരത്തിന് തയ്യാറാക്കിയ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പടുകാട്ടെ ക്ഷേത്ര കേന്ദ്രത്തിലുണ്ടായത്. അന്ന് അത് പാറമേക്കാവ് ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സാമഗ്രികളായിരുന്നു അന്ന് പൊട്ടിത്തെറിച്ചത്. 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2007 ഏപ്രിൽ 5 കോഴിക്കോട് മിഠായി തെരുവിലെ പടക്കക്കടയിൽ അന്ന് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരുന്ന പടക്കങ്ങൾ പൊട്ടി 8 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 2011 ഫെബ്രുവരി 2 പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലെ ത്രാങ്ങാലിയിൽ ഉണ്ടായ പാടശേഖരത്തിന് നടുവിൽ ഇതേപോലെ ഒരു വെടിക്കെട്ട് നിർമ്മാണശാല, ആ നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ 13 പേർക്ക് ജീവൻ നഷ്ടമായി. 2011 ഫെബ്രുവരി 25 തൃശ്ശൂരിലെ അത്താണിയിൽ പടക്ക നിർമ്മാണ യൂണിറ്റിലുണ്ടായ അപകടത്തിൽ 6 മരണമാണ് സംഭവിച്ചത്. 2011 2013 ഏപ്രിലിൽ പാലക്കാട് പന്നിയം കുരിശിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കരിമരുന്ന് ദുരന്തമായി പറയപ്പെടുന്നത് നമ്മൾ നേരത്തെ കണ്ട ഏപ്രിൽ 10 10 വർഷങ്ങൾക്ക് മുമ്പ് 2016 ഏപ്രിൽ മാസത്തിൽ സംഭവിച്ച കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ സ്ഫോടനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ സ്ഫോടനങ്ങളൊക്കെ നടക്കുമ്പോൾ അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണം കുറച്ചു കാലത്തേക്ക് നീണ്ടു നിൽക്കും. അതിനുമപ്പുറത്തേക്ക് ഒരു പ്രതിയും ശിക്ഷിക്കപ്പെടാറില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം. നമ്മളിപ്പോൾ കണ്ട തൃശ്ശൂരിലെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് വെടിമരുന്ന് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാലയുടെ സമീപത്ത് ഒരു ഫയർ എഞ്ചിൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്യാഹിതം സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ അവിടെയില്ല, അവിടെ ഫയർ എഞ്ചിൻ സംവിധാനങ്ങളൊന്നുമില്ല. ഓർമ്മിക്കണം, അത്യധികം ജ്വലനശേഷിയുള്ള ഒരു മിശ്രിതമാണ് ഇവർ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും സ്ഫോടനത്തിന് സാധ്യതയുണ്ടാകാം എന്ന് എക്സ്പ്ലോസീവ് വിദഗ്ധർ പറയുന്നുണ്ട്. അങ്ങനെ സ്ഫോടനമുണ്ടായാൽ തീയണയ്ക്കാനുള്ള ഒരു സംവിധാനവും ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ടല്ല, കഴിഞ്ഞ 12 വർഷവും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അന്നൊക്കെ ഈ അപകടം സംഭവിച്ചാലും ഇതേപോലെ ഗുരുതരമായ അപകടമായി അത് മാറുമായിരുന്നു. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് മാത്രം.